നമസ്കാരം. BNSS അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 20ന്റെ വളരെ വിശദമായ ഒരു വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെറും നിയമം മാത്രമല്ല കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് തീരുമാനിക്കുന്ന യഥാർത്ഥ നട്ടെല്ല് തന്നെയാണിത്. ഈ സെക്ഷനിലെ 12 ഉപവകുപ്പുകളും യാതൊരു വിവരങ്ങളും ചോർന്നു പോകാതെ നമുക്ക് അരിച്ചുപേറുക്കി പരിശോധിക്കാം. സംസ്ഥാനത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ആ കൃത്യമായ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത്രയും സങ്കീർണമായ ഈ നിയമങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനെ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഗനൈസേഷൻ ചാർട്ട് പോലെ നമുക്കൊന്ന് സങ്കൽപ്പിക്കാം. രൂപീകരണം, യോഗ്യതകൾ, അധികാരശ്രേണി, ശിക്ഷാപരിധി അനുസരിച്ചുള്ള തരംതിരിവ്, പൊതുവായ അധികാരങ്ങൾ, പിന്നെ ഒടുവിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ പ്രത്യേക ഇളവ്. ഇങ്ങനെ ഈ 6 ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ വലിയ നിയമ സംവിധാനത്തിന്റെ നിർമ്മിതി നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. ഡയറക്ടറേറ്റിന്റെ രൂപീകരണം, അല്ലെങ്കിൽ ആ അടിസ്ഥാന ചട്ടക്കൂട്. സർക്കാർ എങ്ങനെയാണ് ഈ സുപ്രധാന വകുപ്പ് സ്ഥാപിക്കുന്നതെന്നും അതിനു പിന്നിലെ ലക്ഷ്യമെന്താണെന്നും നോക്കാം. നോക്കൂ, ഉപവകുപ്പ് 1 പ്രകാരം സംസ്ഥാന സർക്കാരാണ് ഈ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ രൂപീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉപവകുപ്പ് 3 അനുസരിച്ച് ഇത് പ്രവർത്തിക്കുന്നത് നേരിട്ട് ആഭ്യന്തര വകുപ്പിന്, അതായത് ഹോം ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം വളരെ ലളിതമാണ്. പോലീസിന്റെ അന്വേഷണ വിഭാഗത്തിൽ നിന്ന് പ്രോസിക്യൂഷനെ പൂർണ്ണമായും മാറ്റി നിർത്തുക. ചിന്തിച്ചു നോക്കൂ, അന്വേഷിക്കുന്നവർ തന്നെ കേസ് വാദിക്കാൻ പോയാൽ അവിടെ നീതി കിട്ടാൻ സാധ്യത കുറവല്ലേ? അതുകൊണ്ട് ഈ 2 വിഭാഗങ്ങളെയും കൃത്യമായി വേർതിരിച്ച് നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാൻ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നേരിട്ടുള്ള നിയന്ത്രണം വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. ഇനി ഈ സംവിധാനം എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന് നോക്കാം. ഇത് വെറുതെ തലസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. സംസ്ഥാന തലത്തിൽ ഭരണ ചുമതലയുള്ള ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർമാരും അടങ്ങുന്ന ഒരു ഡയറക്ടറേറ്റും, അതിനൊപ്പം തന്നെ താഴെ എല്ലാ ജില്ലകളിലും ഡെപ്യൂട്ടി ഡയറക്ടർമാരും അസിസ്റ്റന്റ് ഡയറക്ടർമാരും അടങ്ങുന്ന ജില്ലാതല ഡയറക്ടറേറ്റും ഉണ്ടാകുമെന്ന് നിയമം ഉറപ്പാക്കുന്നു. അതായത് സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെയുള്ള എല്ലാ കോടതികളിലും സർക്കാരിന്റെ കണ്ണും കാതും എത്തുന്ന ശരിക്കുമൊരു വലിയ ശൃംഖല തന്നെയാണിത്. രണ്ടാമത്തെ ഭാഗം യോഗ്യതകളാണ്. ആരാണ് ഈ ജോലിക്ക് അർഹരാകുന്നത്? ഇത്രയും ഉയർന്ന തസ്തികകളിൽ വരാൻ എത്രത്തോളം പ്രവൃത്തിപരിചയം ആവശ്യമാണെന്നത് ശരിക്കും കൗതുകമുണർത്തുന്നൊരു കാര്യമാണ്. ഉപവകുപ്പ് 2 പറയുന്നു, ഡയറക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആകുക എന്നത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല. ചുരുങ്ങിയത് 15 വർഷത്തെ അഭിഭാഷക പരിചയം വേണം, അല്ലെങ്കിൽ ഒരു സെഷൻസ് ജഡ്ജിയായുള്ള പരിചയം നിർബന്ധമാണ്. ഇത്രയും വലിയ എക്സ്പീരിയൻസ് ചോദിക്കാൻ കാരണമുണ്ട് കേട്ടോ. കാരണം ഹൈക്കോടതിയിലടക്കം സർക്കാരിനു വേണ്ടി സുപ്രധാനമായ തീരുമാനങ്ങളും നിയമോപദേശങ്ങളും നൽകേണ്ടത് ഇവരാണ്. എന്നാൽ നമ്മൾ താഴോട്ട് വന്നാൽ ഈ സിസ്റ്റത്തിലെ ഒരു മിഡിൽ മാനേജ്മെന്റ് എന്ന് വിളിക്കാവുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് വരാൻ 7 വർഷത്തെ അഭിഭാഷക പരിചയമോ അല്ലെങ്കിൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റായുള്ള പരിചയമോ മതിയാവും. ചുരുക്കത്തിൽ മുകളിലേക്ക് പോകുന്തോറും യോഗ്യതാ മാനദണ്ഡങ്ങൾ വളരെ കർശനമായിക്കൊണ്ടിരിക്കും. ഇനി 3ാമത്തെ ഭാഗം നോക്കാം. അധികാരശ്രേണി അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സംവിധാനം. ഉപവകുപ്പുകൾ 4, 5, 6 എന്നിവ എങ്ങനെയാണ് ഇതൊരു കൃത്യമായ ഹൈറാർക്കി ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. ശരിക്കും ഇതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിലെ ഘടന പോലെ തന്നെയാണ്. ഏറ്റവും മുകളിലുള്ള ഹൈക്കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ നേരെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർമാരും റിപ്പോർട്ട് ചെയ്യുന്നത് ഡയറക്ടർക്ക് തന്നെയാണ്. എന്നാൽ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ജില്ലാ കോടതികളിലെ പ്രോസിക്യൂട്ടർമാർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ ജില്ലയിലെ ഈ മിഡിൽ മാനേജ്മെന്റിനോടാണ്, അതായത് ഡെപ്യൂട്ടി അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക്. ആർക്കും തന്നിഷ്ടപ്രകാരമൊന്നും ചെയ്യാൻ പറ്റില്ല. താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ കൃത്യമായൊരു മേൽനോട്ടം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഇതിലൂടെ ഉറപ്പാക്കുന്നു. 4ാമത്തെ ഭാഗം വളരെ തന്ത്രപ്രധാനമാണ്. കേസുകളുടെ ഗൗരവമനുസരിച്ചുള്ള തരംതിരിവ്. ഉപവകുപ്പുകൾ 7, 8, 9 എന്നിവ ഈ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യേണ്ട കേസുകളെപ്പറ്റി കൃത്യമായി പറയുന്നുണ്ട്. ഇവിടുത്തെ സിമ്പിൾ ലോജിക് ഇതാണ്: കേസിന്റെ ഗൗരവം കൂടുന്തോറും അത് കൈകാര്യം ചെയ്യുന്ന ആളുടെ പദവിയും കൂടും. നോക്കൂ, വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ 10 വർഷത്തിനു മുകളിലോ തടവ് ലഭിക്കാവുന്ന അതിഗുരുതരമായ കേസുകൾ നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് ഡയറക്ടറാണ്. അവിടെയൊന്നും യാതൊരു പിഴവുകളും സംഭവിക്കാൻ പാടില്ല. ഇനി 7 മുതൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസുകളാണെങ്കിൽ അതിന്റെ ചുമതല ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കാണ്.
7 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള താരതമ്യേന ചെറിയ കേസുകൾ അസിസ്റ്റന്റ് ഡയറക്ടർമാർ നോക്കും. കോടതികളിലെ വലിയ കേസ് ഭാരം ഈ 3 തട്ടുകളിലായി വളരെ ബുദ്ധിപരമായി വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. അപ്പോ വെറുതെ കേസുകൾ നോക്കിയിരിക്കുക മാത്രമാണോ ഇവരുടെ പണി? അല്ല. വിധി വന്ന കേസുകളിൽ മേൽക്കോടതികളിൽ അപ്പീൽ പോകണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചൊക്കെ സുപ്രധാന തീരുമാനങ്ങളും നിയമോപദേശങ്ങളും നൽകുന്നത് ഡയറക്ടറാണ്. അതൊരു ഉയർന്ന ലെവൽ സ്ട്രാറ്റജിയാണ്. അതേസമയം നമ്മുടെ മിഡിൽ മാനേജ്മെന്റ്, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർമാരും അസിസ്റ്റന്റ് ഡയറക്ടർമാരും പോലീസിന്റെ കുറ്റപത്രങ്ങളും റിപ്പോർട്ടുകളും കോടതിയിലെത്തും മുൻപേ അരിച്ചുപെറുക്കി പരിശോധിക്കും. കുറ്റപത്രത്തിലെ പഴുതുകൾ അടയ്ക്കുക, ദുർബലമായ കേസുകൾ കോടതിയുടെ വിലപ്പെട്ട സമയം മെനക്കെടുത്താതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. കേസുകൾ കാലതാമസമില്ലാതെ വേഗത്തിൽ തീർപ്പാക്കുന്നുണ്ടെന്ന് ഇവർ എപ്പോഴും ഉറപ്പുവരുത്തുന്നു. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവായ അധികാരങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ചാണ്. ഇത്രയും കർശനമായ നിയമങ്ങൾക്കിടയിലും ഉപവകുപ്പുകൾ 10, 11 എന്നിവ നൽകുന്ന ചില അഡ്മിനിസ്ട്രേറ്റീവ് ഫ്ലെക്സിബിലിറ്റികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കർശനമായ ശിക്ഷാപരിധികൾ അവിടെ നിൽക്കട്ടെ, ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഈ സിസ്റ്റത്തിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. സംഹിതയ്ക്ക് കീഴിലുള്ള എല്ലാ നടപടികളും കൈകാര്യം ചെയ്യാനും അതിന് ഉത്തരവാദികളായിരിക്കാനുമുള്ള ഒരു പൊതുവായ അധികാരം നിയമം ഇവർക്ക് നൽകുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക കുറ്റം നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടികയിൽ കൃത്യമായി ഉൾപ്പെട്ടിട്ടില്ല എന്ന് കരുതി ഒരു പ്രതിക്കും നിയമത്തിന്റെ പഴുതുകളിലൂടെ ഊരിപ്പോകാൻ കഴിയില്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഭരണപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് പ്രത്യേക അധികാരങ്ങളോ പുതിയ അധികാരപരിധിയോ ഒക്കെ നൽകാൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇനി ആറാമത്തെയും അവസാനത്തെയും ഭാഗം അഡ്വക്കേറ്റ് ജനറൽ എന്ന പ്രത്യേക ഇളവ്. ഉപവകുപ്പ് 12 നമ്മൾ ഇതുവരെ കണ്ട എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കുന്ന വലിയൊരു അപവാദം കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് നോക്കാം. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനായ അഡ്വക്കേറ്റ് ജനറലിന്റെ കാര്യത്തിൽ ഈ നിയമത്തിൽ വളരെ രസകരമായൊരു ഇളവുണ്ട്. അദ്ദേഹം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായി കോടതിയിൽ ഹാജരാവുമ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഈ ഉദ്യോഗസ്ഥ ശ്രേണിക്കൊക്കെ പുറത്താണ് നിൽക്കുന്നത്. സെക്ഷൻ 20ലെ വ്യവസ്ഥകളൊന്നും അഡ്വക്കേറ്റ് ജനറലിന് ബാധകമല്ല എന്ന് നിയമം തീർത്തു പറയുന്നു. ഇതിന്റെ കാരണം വ്യക്തമാണ്. അദ്ദേഹത്തിന്റേത് ഭരണഘടന നൽകുന്ന തികച്ചും സവിശേഷമായൊരു പദവിയാണ്. ഈ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അടങ്ങുന്ന ഭരണപരമായ ശ്രേണിക്കൊക്കെ മുകളിലാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ സ്ഥാനം എന്നതുകൊണ്ടാണ് ഈയൊരു പ്രത്യേക പരിഗണന നൽകിയിരിക്കുന്നത്. അങ്ങനെ സെക്ഷൻ 20നെക്കുറിച്ചുള്ള ഈ വിശദമായ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ കോർപ്പറേറ്റ് ശൈലിയിലുള്ള ഈ പക്ക സ്ട്രക്ചർഡായ അധികാരശ്രേണി യഥാർത്ഥത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ വേഗത്തിലാക്കുമോ, അതോ ഫയലുകൾ ഓരോ മേശയിലും കെട്ടിക്കിടന്ന് പുതിയ ഭരണപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുമോ? ഈ ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി വിടുകയാണ്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഉൾക്കാമ്പുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിച്ചുവെന്ന് കരുതുന്നു. ഒപ്പം ചേർന്നതിന് നന്ദി.